സ്മൃതി, ഇതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ പുറത്തു വരുന്നത് CPM-ന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ്. അത് BJP-യോ അല്ലെങ്കിൽ കോൺഗ്രസോ ഉന്നയിച്ച ഒരു ആരോപണമല്ല. CPM-ന്റെ കേന്ദ്രങ്ങളിൽ നിന്ന്, വിശ്വസനീയമായിട്ടുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെയാണ് മാധ്യമങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ കിട്ടിയിട്ടുള്ളത്. മുഹമ്മദ് റിയാസ് ഇതുമായി ബന്ധപ്പെട്ട പരാതി കൊടുക്കുകയും മുഹമ്മദ് റിയാസിന്റെ പരാതി അത് പാർട്ടി ഗൗരവമായി എടുത്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ പാർട്ടിയിൽ ഉയർന്നു വരുന്നിരിക്കുന്ന ആരോപണം. ഏകദേശം 8 മാസങ്ങൾക്ക് മുമ്പ് കൊടുത്തിട്ടുള്ള പരാതിയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് വന്നിരിക്കുന്നത് ജില്ലാ നേതൃത്വത്തോട് സംസ്ഥാന നേതൃത്വം വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നു. പാർട്ടിക്കുള്ളിൽ, കോഴിക്കോട് ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ വലിയ രീതിയിലുള്ള ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഇത് ഇല്ല എന്ന് എത്ര അരുൺകുമാറും മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പാർട്ടി സെക്രട്ടറിയും പറഞ്ഞാലും ഇത് പച്ചയായി നടന്നിട്ടുള്ളതാണ്, യാഥാർത്ഥ്യമാണ് എന്നുള്ളത് അരിയാഹാരം കഴിക്കുന്ന ആർക്കും അറിയാം. CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-നെതിരെ എന്ത് ആരോപണം ഉയർന്നു വന്നാലും അതിനെ നിഷേധിക്കുക എന്നുള്ളത് CPM-ന്റെ ശൈലിയാണ്, പതിവ് ശൈലിയാണ്. TP ചന്ദ്രശേഖരൻ വധം പോലും അത് പാർട്ടി അറിഞ്ഞിട്ടല്ല എന്ന് പറഞ്ഞവരാണ്, അത് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് CPM-ന്റെ നേതാക്കന്മാർ. അതുകൊണ്ട് പാർട്ടിക്കെതിരായി വരുന്ന എന്ത് ആരോപണങ്ങളെയും അതിനെ നിഷേധിക്കുക എന്നുള്ളത് CPM-ന്റെ പതിവ് ശൈലിയാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത് മാത്രമല്ല, CPM ഒരു വലിയ കോക്കസായി CPM-ന്റെ 2 ഗ്രൂപ്പുകളും കോഴിക്കോട് വർക്ക് ചെയ്യുകയാണ്. ഇവിടെ കോൺഗ്രസ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ കോടികളുടെ അഴിമതി നടന്നിട്ടുണ്ട്. കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞു, അതുപോലെ രാഷ്ട്രപതിയുടെ പോലും ഇടപെടലുണ്ടായി. എന്നിട്ടും എന്താണ് കോഴിക്കോട് കോൺഗ്രസ് ഏറ്റെടുക്കാത്തത്? CPM-കാർ തന്നെ പറയുന്നത് കോടിക്കണക്കിന് രൂപയുടെ വെട്ടിപ്പ് നടത്താൻ വേണ്ടിയിട്ടാണ്. കോഴിക്കോട് ബസ് സ്റ്റാൻഡ് ഉണ്ട്, KSRTC ബസ് സ്റ്റാൻഡ്. ആ ബസ് സ്റ്റാൻഡിൽ ഇപ്പോഴും സ്മൃതി ഒന്ന് കോഴിക്കോട് വരുമ്പോൾ ആ ബസ് സ്റ്റാൻഡിന്റെ ഉള്ളൊന്ന് പോയി കാണണം. അത്രയും അശാസ്ത്രീയമായി നിർമ്മിച്ച ബസ് സ്റ്റാൻഡ് ഒരു സ്വകാര്യ വ്യക്തികൾക്ക് ഇപ്പോൾ കൊടുത്തിരിക്കുകയാണ്. അതിന്റെ ബിൽഡിങ്ങുകളിൽ കച്ചവടം ചെയ്യാനും മറ്റും ഉൾപ്പെടെയുള്ള അധികാരം നിസ്സാരമായിട്ടുള്ള തുകക്ക് കോടികളുടെ ഇടപാടാണ് മുഹമ്മദ് റിയാസിന്റെ കെയർ ഓഫിൽ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്. കോഴിക്കോട് ബീച്ച് കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു സ്വകാര്യ ഹോട്ടൽ തുടങ്ങാൻ വേണ്ടി കോടിക്കണക്കിന് രൂപയുടെ വില വരുന്ന തുറമുഖ വകുപ്പിന് കൂടി അധികാരമുള്ള ഭൂമി അത് CPM-ന്റെ ഒരു സഹയാത്രികന് അവന്റെ ബന്ധുവിന് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഇത് ഞാൻ സൂചിപ്പിച്ചത് 2-3 ഉദാഹരണങ്ങൾ മാത്രമാണ്. കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ട് മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിൽ CPM-ന്റെ പല ഉന്നത നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ട്. ഇത് പ്രമോദ് കോട്ടൂളിക്കെതിരെ നടപടിയുമായി മുന്നോട്ട് പോയാൽ ഇത്തരം അഴിമതികൾക്കെല്ലാം തന്നെ ഇടനിലക്കാരനായി നിന്നിട്ടുള്ള പ്രമോദിന്റെ വായിൽ നിന്ന് പലതും പുറത്തു വരും. CPM-ന്റെ മുഖം അത് വികൃതമാകും, കൂടുതൽ വികൃതമാകും. ഇത് CPM-ന്റെ നേതാക്കന്മാർക്കറിയാം. അതിൽ റിയാസ് മാത്രമല്ല, DYFI-യുടെ കോഴിക്കോടുള്ള വലിയ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാരുൾപ്പെടെ CPM-ന്റെ യുവ MLA ഉൾപ്പെടെ എല്ലാവരും ആരോപണ വിധേയരാകും എന്നുള്ളത് നന്നായിക്കറിയാം. അതുകൊണ്ട് പ്രമോദ് കോട്ടോളിയുടെ ശബ്ദശകലങ്ങൾ പുറത്തു വരാൻ പാടില്ല. മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ അറിയാലോ, നിങ്ങളുടെ റിപ്പോർട്ടർമാർക്ക് ഉൾപ്പെടെ അറിയാലോ കോഴ ചോദിക്കുന്ന ശബ്ദ ശകലങ്ങൾ ഉണ്ട് എന്ന്. അപ്പൊ ഇതൊന്നും പുറത്തു വരാൻ പാടില്ല. ഇതിനെ പാർട്ടി കുഴിച്ചു മൂടുകയാണ്. ഇവിടെ പരാതിക്കാർ ഇന്നലെ ഉച്ചയാകുമ്പോഴേക്ക് പരാതിക്കാരില്ല. 22 ലക്ഷം രൂപ അത് കൊടുത്ത് തീർത്ത് സെറ്റിൽ ചെയ്തിരിക്കുന്നു. പാർട്ടി കോടതി അത് ആ കേസ് ഒത്തുതീർപ്പാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഇനി ചർച്ചയുണ്ടാകില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്മൃതി, ഒരു കാര്യം പറയട്ടെ. മുഖ്യമന്ത്രി വലിയ വായിൽ പറഞ്ഞല്ലോ, PSC-യുടെ വിശ്വാസ്യതയെ തകർക്കരുത്. ഇവിടെ അരുൺകുമാർ ഇന്ന് തുടക്കത്തെ സൂചിപ്പിച്ചു 30,000-ഓളം നിയമനങ്ങൾ നടത്തി പോലും PSC. അരുൺകുമാർ, നിങ്ങൾ എന്ത് ആധികാരികത അടിസ്ഥാനത്തിലായി 30,000-ന്റെ ഒക്കെ കണക്ക് പറയുന്നത്? എന്റെ കയ്യിൽ അതിന്റെ കൃത്യമായ കണക്കുണ്ട്. 2016 സ്മൃതി 37,530 നിയമനങ്ങൾ PSC നടത്തിയിരുന്നു. അത് ഓരോ വർഷത്തെയും കണക്കുണ്ട്. 2021 26,000 ചില്ലാനാണ്. 22 22,393 2023 ജൂലൈ വരെയുള്ള കണക്ക് എന്റെ കയ്യിലുണ്ട്. 15,144 നിയമനമാണ്. എന്ന് വെച്ചാൽ ഓരോ വർഷം കഴിയുന്തോറും നിയമനങ്ങൾ കുറഞ്ഞു വരികയാണ്. അരുൺകുമാർ ഒരുപക്ഷെ ശുപാർശകളുടെ എണ്ണം കണ്ടിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാകും. നിങ്ങൾ 30,000 ആൾക്ക് നിയമന ശുപാർശ അയച്ചിട്ടുണ്ടാകും. പക്ഷെ നിയമനം കിട്ടിയത് ഇത്ര ആൾക്കാർക്കാണ്. ഇന്ന് ഇന്ത്യയിലെ തന്നെ രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്കിൽ കേരളം 1ാമതാണ് എന്നുള്ള കാര്യം അരുൺകുമാർ മറന്നുപോയോ? കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ മന്ത്രാലയം തയ്യാറാക്കിയ റിപ്പോർട്ട് 2024 ജനുവരി മാർച്ച് മാസത്തിൽ അരുൺകുമാറെ നിങ്ങളൊന്ന് കാണണം. കേരളത്തിലെ തൊഴിലില്ലായ്മ നിരക്ക് 31.8%. ഏറ്റവും അധികം യുവതികളാണ്. 15-നും 29-നും വയസ്സുള്ള സ്ത്രീകൾക്ക് 46.6% ആളുകൾ തൊഴിൽ രഹിതരാണ് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്ത് കാര്യമാണ്! ഞാനൊരു കാര്യം കൂടി സൂചിപ്പിക്കാം. ഒരു ആത്മഹത്യാ കുറിപ്പാണ് സ്മൃതി. എനിക്കത് കാണിക്കാതിരിക്കാൻ പറ്റില്ല. ഞാനത് വായിക്കാം. കുറച്ചേ ഉള്ളൂ, 2-3 ലൈനേ ഉള്ളൂ. കുറച്ചു ദിവസമായി ആഹാരം വേണ്ട, ശരീരമൊക്കെ വേദന പോലെ, എന്ത് ചെയ്യണമെന്നറിയില്ല. കുറച്ചു ദിവസമായി ആലോചിക്കുന്നു, ആരുടെ മുന്നിലും ചിരിച്ചഭിനയിക്കാൻ വയ്യ, എല്ലാത്തിനും കാരണം ജോലിയില്ലായ്മ. സോറി,
ഇത് തിരുവനന്തപുരത്തെ കാരക്കോണത്തെ അനുവിന്റെ ആത്മഹത്യക്കുറിപ്പാണ്. സിവിൽ എക്സൈസ് റാങ്ക് ലിസ്റ്റിലെ 77ാമത്തെ റാങ്ക് ഹോൾഡർ. അന്ന് അനു ആത്മഹത്യ ചെയ്യുമ്പോൾ അന്ന് 3000 പേരിൽ 318 പേർക്ക് മാത്രമേ സ്മൃതി നിയമനം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇഷ്ടംപോലെ നിയമനങ്ങൾ കൊടുക്കാനുണ്ടായിരുന്നു. ഇവിടെ നോക്ക്, PSC എന്ന് പറയുന്ന ഒരു ഭരണഘടന, PSCയുടെ ഭരണഘടനാ സ്ഥാപനത്തിലെ ഒരു ഏറ്റവും അത്യാകർഷകമായിട്ടുള്ള ഒരു പോസ്റ്റ് നിങ്ങൾ തന്നെ വാർത്ത ചെയ്തല്ലോ. എന്താ, ഇവിടെ രാഷ്ട്രപതിക്ക് 5 ലക്ഷം രൂപയെ ശമ്പളമുള്ളൂ. പക്ഷെ PSC ചെയർമാന് 4 ലക്ഷം രൂപ ശമ്പളം വർദ്ധിപ്പിക്കണമെന്നാണ് ഇപ്പോ മന്ത്രിമാരുടെ മുഖ്യമന്ത്രിയുടെ മുന്നിൽ, മന്ത്രിസഭയുടെ മുന്നിൽ അതിന്റെ ശുപാർശയുള്ളത്. ഇപ്പൊ കിട്ടുന്ന 2.25 ലക്ഷം രൂപ അത് 4 ലക്ഷമാക്കി ഉയർത്തണം. 2.23 ലക്ഷമാണ് PSC അംഗങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്ന ശമ്പളം. അത് 3.75 ആക്കി ഉയർത്തണം. പെൻഷൻ 1.25 ചെയർമാന്, അത് 2.5 ലക്ഷമാക്കി ഉയർത്തണം. പെൻഷൻ 1.20 പെൻഷൻ അംഗങ്ങൾക്ക്, അത് 2.25 ആക്കി ഉയർത്തണം. പ്രധാനമന്ത്രിയേക്കാൾ ശമ്പളം കിട്ടാൻ പോകുന്ന ഒരു പോസ്റ്റ്, അതിനാണ് 60 ലക്ഷം രൂപ വാങ്ങിക്കുന്നത്. എന്നിട്ടോ നിയമനമുണ്ടോ? എല്ലാ വർഷവും നിയമനം കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഇവിടെ നോക്ക്, ഇവിടെ 21 അംഗങ്ങൾ. ഇവിടെ മറ്റ് സംസ്ഥാനങ്ങളിൽ കോടിക്കണക്കിന് കേരളത്തിനേക്കാൾ എത്രയോ കോടി ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങളിൽ ഇത്രയും അംഗങ്ങളില്ല. ഞാനതൊന്നും വരുന്നില്ല. സ്മൃതി, ഒരൊറ്റ കാര്യം കൂടി, ഇവിടെ ഡ്രൈവർ തസ്തിക, ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞപ്പോ ഈ LDV റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ആളുകൾ പറഞ്ഞത്, ഇവിടുത്തെ പഞ്ചായത്തുകളിൽ ഉൾപ്പെടെ എല്ലാ 2500ഓളം താൽക്കാലികക്കാർ എല്ലാ പഞ്ചായത്തുകളിലും പഞ്ചായത്ത് വണ്ടികൾ ഓടിക്കുന്നത് ഈ റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവരല്ല, താൽക്കാലിക നിയമനമാണ്. ഇവർക്ക് പാർട്ടി പരിപാടികൾക്ക് പോകണം, ഇവർക്ക് ഭാര്യ വീട്ടിലേക്ക് മീൻ വാങ്ങിക്കൊണ്ട് കൊടുക്കണം, ഭാര്യമാരെ കൊണ്ട് ഷോപ്പിങ്ങിന് പോകണം. ഇതിനൊക്കെ എല്ലാ വിഷയങ്ങളിലേക്കും ഇപ്പോൾ കടക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പ്രഫുൽ നമുക്ക് ആളുകളെ നിയമിക്കുന്നു. അതിന് പ്രാഥമികമായ ചോദ്യത്തിലേക്ക് തന്നെ കടക്കാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.